അസ്സലാമു അലൈക്കും കൂട്ടുകാരെ. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും എന്ന് എപ്പോഴും നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് ദുബായോടെ. ഞാൻ എൻ്റെ സൗദി ജീവിതം എന്ന ഒരു എൻ്റെ അനുഭവ കഥ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ രണ്ടാം പാർട്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. എൻ്റെ സൗദി ജീവിതവും കുഞ്ഞിൻ്റെ കഴുത്തിനേറ്റ മുറിവും. അതാണ് ഇന്നത്തെ എൻ്റെ കഥ കേട്ടോ. എല്ലാവരും അറിഞ്ഞിരിക്കുക. നമുക്കവിടെ പറ്റുന്ന ഏറ്റവും വലിയ ചതിയാണ്. നമ്മളത് ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചില്ല എങ്കിൽ നമുക്ക് പണി കിട്ടും. എനിക്കെന്താ എൻ്റെ അള്ളാഹിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് അതിൽ നിന്നൊക്കെ എൻ്റെ റബ്ബ് അവർക്കതെല്ലാം നേരിട്ട് കാണിച്ചു കൊടുക്കുകയും എനിക്ക് ആ വലിയ ചതിക്കുഴിയിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റിയത് അതെൻ്റെ അള്ളാഹിൻ്റെ കാരുണ്യം കൊണ്ടാണ്. അൽഹംദുലില്ലാ റബ്ബേ, നീയാണ് ഇത്രയും വലിയവൻ, സത്യം അറിയുന്നവൻ നീ മാത്രമാണ് റബ്ബേ. അങ്ങനെ ഒരു ദിവസം ഞങ്ങളിങ്ങനെ അവിടെ ഇങ്ങനെ ഞാൻ ഓരോ പ്രശ്നങ്ങളുടെയൊക്കെ നടുവിലാണ്. ഒത്തിരി പ്രശ്നങ്ങൾ. ആഹാരത്തിൻ്റെ കുറവ്, വസ്ത്രത്തിൻ്റെ കുറവ്, വസ്ത്രം വാരി വാങ്ങിത്തരത്തില്ല, ആഹാരത്തിന് നല്ല ശരിക്കും ബുദ്ധിമുട്ടുന്നു. അങ്ങനെ സൗദിയിൽ അങ്ങനെ ജീവിച്ചിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒത്തിരി ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ജോലിയും അവരുടെ ആട്ടും തുപ്പും എല്ലാം കൊണ്ടിങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഒരു ദിവസം നമ്മൾ അറബി ദമാമിലെ വാടകയ്ക്കാണ് താമസിക്കുന്നത്. കാരണം അവർ ടീച്ചറാണ്, പെണ്ണുപിള്ള ടീച്ചറാണ്, അയാൾ പട്ടാളക്കാരനാണ്. അപ്പം അവിടെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനാണ് എനിക്ക് ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത്, നമ്മൾ വാടക വീട് മാറുകയാണ്. അവരുടെയൊക്കെ സാധനങ്ങളല്ലേ റബ്ബേ, വാരിക്കെട്ടി നമ്മൾ മടുക്കത്തതുള്ളൂ. അങ്ങനെ സാധനങ്ങളല്ല അവർക്ക് അന്ന് ഒരു ദിവസം കൂടെ ഓടി നിന്നിട്ട് ഷാഹിദ ഇന്ന് സാധനങ്ങൾ ഫുള്ള് വാരിക്കെട്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് താമസം അടുത്ത വീട്ടിലേക്ക് മാറുകയാണ്, എല്ലാം വാരിക്കെട്ടണമെന്ന് പറഞ്ഞു. വാരിക്കെട്ടി പിറ്റേന്ന് രാത്രിയായിട്ട്, അന്ന് രാത്രി ഫുള്ള് 12 മണിയായിട്ട് സാധനങ്ങൾ വാരിക്കെട്ടി തീരുന്നില്ല. അങ്ങനെ ഈ പെണ്ണുമ്പോൾ എൻ്റെ കൂടെ കൂടി കേട്ടോ, സഹായിക്കാനും സപ്പോർട്ടിനൊക്കെ കൂടി. അപ്പോൾ ഞാൻ ഒരുപാട് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ട് ഞാനങ്ങ് വീഴാറായപ്പോൾ അറബി എന്നോട് പറഞ്ഞു, ഇത്രയും നേരമായില്ല നീ ജോലി ചെയ്യുന്ന, കുറച്ച് നേരം ഞാൻ വിശ്രമിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ കുറച്ച് നേരം പോയി ഇരുന്ന് അത്രയ്ക്ക് ക്ഷീണം ഉണ്ടായിരുന്നു. ഞാൻ ക്ഷീണം കൊണ്ട് ഞാൻ അവിടെ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. കുറച്ച് നേരം ഒരു മണിക്കൂറോളം ഞാൻ അവിടെ കിടന്നുകൊണ്ട് ഉറങ്ങിപ്പോയി. അപ്പോൾ ഇവരൊക്കെ അപ്പോൾ ഇവരെ കഥ കൂട്ടിയിട്ട് പുറത്തിറങ്ങിപ്പോയി. ഇവർ പുറത്ത് പോയി ഫുഡ് കഴിച്ചിട്ട് ഇവർ വന്നു. അപ്പോഴത്തേക്കിന് എനിക്ക് നല്ല ക്ഷീണമുണ്ട്, വിശപ്പുണ്ട്, എല്ലാം ഉണ്ട്. അന്ന് അവിടെ ഫുഡ് വേവിച്ചിട്ടില്ല. പുറത്ത് പോയി ഫുഡ് കഴിച്ചിട്ട് ഇവർ വന്നു. അപ്പോൾ ഞാനിങ്ങനെ ഉറക്കം എഴുന്നേറ്റ് നോക്കിയാൽ അവിടെ ഒന്നും കഴിക്കാനില്ല. അപ്പോൾ ഇവർ കഴിച്ചിട്ടൊക്കെ വന്നു. ഞാൻ പറഞ്ഞു, മാമ അന്ന അശ്വിനാക്കൽ മാഫി ആക്കൽ ജുറാനാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കിന് ഇവർ പറഞ്ഞു, ലാഷെന്താ മാഫി ആക്കൽ എന്ന് ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ട്. ഞാൻ പറഞ്ഞു, ഇവിടെ ഒന്നുമില്ലല്ലോ, പിന്നെ എന്നാ കഴിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പോയി നോക്കി അവിടെ ഒന്നും കഴിക്കാനില്ല. അപ്പോൾ അറബിയുടെ അടുത്ത് ഒരു കുപ്പൂസ് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അറബി പോയി ഒരു കവറ് കുപ്പൂസ്, ഈ ഒരു കവറ് കുപ്പൂസ് കൊണ്ടുവന്നിട്ട് ഈ ബ്രെഡാണ് ഒരു കവർ മേടിച്ചുകൊണ്ടുവന്ന് 24 മണിക്കൂർ പിള്ളേർക്ക് ബ്രെഡിനകത്ത് ക്രീം തേച്ച് അല്ല മറ്റേ മെഷീനകത്ത് വെച്ച് ചൂടാക്കി ഇവർക്ക് കൊടുക്കണം. അങ്ങനെ ഒരു ദിവസം ബ്രെഡ് ഒരു കവറേ അന്ന് കൊണ്ടുവന്നുള്ളൂ. അപ്പോൾ ഈ പിള്ളേർ 3-4 നേരം തന്നെ തിന്നു കഴിഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, ബ്രെഡൊക്കെ എന്ത് നീ തിന്ന് തീർത്തോ, ബ്രെഡ് എവിടെ? ഞാൻ പറഞ്ഞു, ഞാൻ തിന്നില്ല ബാബാ, കൊച്ചുങ്ങൾക്ക് കുഞ്ഞാണ് 2-3 നേരം ഈ പിള്ളേർക്ക് ബ്രെഡ് ചൂടാക്കി തന്നെ കൊടുക്കണം. പിന്നെ അതിട്ട് പാല് കുഞ്ഞുങ്ങൾക്ക്, ഒരു കുഞ്ഞൊരു മോളുണ്ട്, 1.5 വയസ്സുള്ളൊരു മോളുണ്ട്. ആ മോക്കാണെങ്കിൽ ഈ പാല് ഞാൻ ചെല്ലുമ്പോൾ അവിടുന്ന് പോകുമ്പോൾ അവൾക്ക് 3 മാസമാണ്. ഞാനവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് ബാക്കി എൻ്റെ കൂടെയാണ് ആ മോള്. എന്നെ ഭയങ്കര ഇഷ്ടമാണ് ആ കുഞ്ഞിനെന്ന് വെച്ചാൽ. ഞാൻ കുഞ്ഞിനും അതേ മറ്റു പിള്ളേർക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ ചെറുക്കന് ഇവിടെ നിൽക്കുകയോ പൈസ കൊണ്ടുവന്നിട്ട് അവിടെ വെക്കും. അപ്പോൾ ഈ പൈസയൊക്കെ ചെറുക്കൻ എന്നെ ഓർമ്മയില്ല എവിടെ വെക്കുന്നത്. ഞാനൊരു ദിവസം എടുത്ത് ഇതെല്ലാം അവിടെ അവൻ്റെ തന്നെ ഒരു അലമാരുണ്ട്, അതിനകത്ത് ഞാൻ ഇട്ട് വെച്ചു. ഇവൻ വന്നിട്ട് പൈസ അവിടെ എല്ലായിടത്ത് തേടിയിട്ട് പൈസ കണ്ടല്ലോ. ഇവൻ വന്നിട്ട്, വാവ ഷാഹിദ എൻ്റെ പൈസ മുട്ടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ വാവ വന്നിട്ട് എന്നോട് ചോദിച്ചു, അറബി വന്നിട്ട്, നീ എടുത്തോ ഷാഹിദ പൈസ വെച്ച്? നമ്മളില്ല വാവ, ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കിനും അതിന് മുന്നേ ഈ ഫുഡിൻ്റെ കാര്യം, ഈ ഫുഡ് എന്നിട്ട് കൊണ്ടുവന്നിട്ട് തീർന്നു പോയി. ഞാൻ അത് തീർന്നു പോയി. എന്നിട്ട് അങ്ങനെ ഒരു കവർ ബ്രെഡാണ് ഒരു ദിവസം കൊണ്ട് തരുന്നതാണ്. ഒന്നെങ്കിൽ ഒരു കവർ ബ്രെഡ് അല്ലെങ്കിൽ ഒരു കവർ കുബൂസ്. അതിനൊക്കെ 50 പൈസ 1 രൂപയേ ഉള്ളൂ അവിടെ. അവരുടെ ഇതിൽ പറയുകയാണെങ്കിൽ അത്രേ ഉള്ളൂ അവിടെ മേടിക്കാനായിട്ട്. എന്നിട്ട് പോലെ അത്ര ആഹാരത്തിന് വേണ്ടി ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി. ഞാൻ എന്നിട്ട് ലാസ്റ്റ് പറഞ്ഞു, പ്രശ്നം ഉണ്ടാക്കി. പിന്നെ ഇപ്പോൾ കുറച്ചെങ്കിലും മേടിച്ചുകൊണ്ട് തരാൻ തുടങ്ങി. പ്രശ്നമാകുമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കുറച്ചെങ്കിലും ഫുഡ് വാങ്ങിച്ചുകൊണ്ട് തരാനായിട്ട് തുടങ്ങി. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഈ അറബിയുടെ കൊച്ചിൻ്റെ പൈസ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് അറബി എന്നോട് വന്ന് ദേഷ്യപ്പെട്ടു. അവരെ ബാബ ഞാൻ എടുത്തിട്ടില്ല, സാധനങ്ങളെല്ലാം വാരി കെട്ടിയതിൻ്റെ കൂട്ടത്തിൽ അവൻ്റെ ആ ഒരു മേശയുണ്ട്, അതിനകത്ത് വെച്ചിട്ടിരുന്നത്. അപ്പോൾ അവൻ വന്ന് പൈസ കണ്ടപ്പോഴത്തേക്കിനും അവൻ വന്നിട്ട് വന്ന്, ശരിയാണ് എന്നോട് സോറി പറഞ്ഞു. ചെറുക്കൻ വന്നിട്ട് സോറി പറഞ്ഞു. അവൻ, നിങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ട് സോറി പറയേണ്ട കാര്യമില്ലല്ലോ, എന്തിനാണ് നമ്മൾ ചെയ്യാത്ത തെറ്റിനെ കുറിച്ച് നമ്മളടുത്ത് പറയുന്നതെന്ന് വെച്ചു. അതിന് ഒരു ദിവസം ഈ കുഞ്ഞ് ഇങ്ങനെ
കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കളിച്ചുകൊണ്ട് നിന്നപ്പോൾ കുഞ്ഞിന് നല്ല കരച്ചിൽ കേട്ടു. ഞാൻ ഓടിച്ചപ്പോൾ കുഞ്ഞ് കരയാണ്. ഞാൻ അവളെ എടുത്തുകൊണ്ട് കൊണ്ടുവന്ന് ആഹാരമൊക്കെ വാരി കൊടുത്ത് ചെന്നാൽ കുഞ്ഞ് വീണോ എന്ന് വെച്ചപ്പോൾ ചെറുക്കനും ഉണ്ട് പെങ്കൊച്ചും ഉണ്ട്. അപ്പോൾ പറഞ്ഞു ഇല്ല വീണില്ല. ഞാൻ പിന്നെ എന്തിനാ മോളിങ്ങനെ കരയുന്നത് എന്തിനാണെന്ന് അവനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അനമാവശ്യ മുഷ്കല്ലോ എന്ന് പറഞ്ഞല്ലോ. അവ ഒന്നും ചെയ്തിട്ടില്ല, എനിക്കറിയത്തില്ല എന്ന് ആ ചെറുക്കൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ മോളോട് തെച്ചു, മോളെ നീ വല്ലതും ചെയ്തോ കുഞ്ഞിനെ? ഇല്ല ഒന്നും ചെയ്യും. പിന്നെ എന്തിനാ ഇവളിങ്ങനെ കരയുന്നതെന്ന് വെച്ചു. ആ കുഞ്ഞല്ല, അവൾക്ക് പറയാനും അറിയത്തില്ല. ഞാൻ അങ്ങനെ എടുത്തുകൊണ്ട് വന്നാൽ അവൾക്ക് അവളെ എടുത്തുകൊണ്ട് വന്നാൽ അവൾക്ക് ഫുഡൊക്കെ കൊടുത്തു, അവളെ കുളിപ്പിച്ച് ഞാൻ വസ്ത്രം മാറാനായിട്ട് അവളെ വസ്ത്രം ഊരിയപ്പോഴത്തേനാണ് കഴുത്തിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു മുറിപാടുണ്ട്. കുഞ്ഞിൻ്റെ കഴുത്തിൻ്റെ ഒരു ഇങ്ങനെ വരഞ്ഞേക്കുന്ന ഒരുപാട്. ഈ നഖം കൊണ്ടാണ്, അവൻ്റെയൊക്കെ കൈ നഖമുണ്ട്, നഖം കൊണ്ടാണ് ഇങ്ങനെ കുഞ്ഞിൻ്റെ കഴുത്തിൽ ഇങ്ങനെ വരഞ്ഞേക്കുകയാണ്, വരഞ്ഞ പാട്. അപ്പോൾ ഈ വരഞ്ഞ ചെറിയൊരു പോറൽ കൊണ്ടാണ് ഈ കുഞ്ഞ് കിടന്ന് വിളിച്ചത്. അപ്പോൾ ഞാനിത് കണ്ടിട്ട് ഞാൻ മാമ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മാമ കുഞ്ഞിൻ്റെ കഴുത്തിൽ ഇങ്ങനെ ഒരു മുറിപാടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ അറബി എന്താ ചെയ്യുന്നത്, ദേഷ്യപ്പെട്ടു, എന്നോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ചാട്ടവാർ ഊരി എന്നെ അടിക്കാനായിട്ട്. ഞാനാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ല, ഞാനല്ല, ഞാൻ ചെയ്തിട്ടില്ല, കുഞ്ഞ് പൈതലല്ല, ഞാൻ അങ്ങനെ ചെയ്യത്തില്ല, ഞങ്ങൾക്ക് കൊണ്ട് ഞങ്ങൾ മക്കളെ സ്നേഹിക്കാൻ മാത്രമേ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല വാവാന്ന് കരഞ്ഞു വന്നിട്ട് അയാൾ സമ്മതിച്ചില്ല. അയാൾ പട്ടാളക്കാരുണ്ട്, പെട്ടെന്ന് എടുത്തേടി ദേഷ്യപ്പെടുന്ന ആളാണ്, പെട്ടെന്ന് ഭയങ്കര ദേഷ്യവും കോളും ഒക്കെ ഉള്ള ഒരാളാണ് അയാൾ. അപ്പോൾ ആ പെണ്ണുപിള്ള വന്നിട്ട് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചു. എന്തിനാണ് പ്രശ്നം എന്ന് വെച്ചാൽ പറഞ്ഞു കുഞ്ഞിൻ്റെ കഴുത്തിന് മുറിപാടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇവൾ വന്നിട്ട് പറഞ്ഞു നീയാണോ ചെയ്തത്? ഞാൻ അല്ല, ഞാൻ ചെയ്തില്ല. അപ്പോൾ ചെറുക്കനടുത്ത് ചോദിച്ചു, കുഞ്ഞിൻ്റെ കഴുത്തിന് എന്താ പറഞ്ഞു. അത് ഷാഹിദ കൊച്ചിനെ കഴുത്തിന് കുത്തിപ്പിടിച്ചാന്ന് പറഞ്ഞു. ആ ചെറുക്കൻ കള്ളം പറഞ്ഞു കൊടുത്തു, ഞാൻ ആ കുഞ്ഞിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചായിരുന്നു. എനിക്കിത്തിപ്പേരെ ഒരു സങ്കടമില്ല. ആ കൊച്ചാണെങ്കിൽ ഞാനെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ജീവന, തള്ള എടുത്താലും പോലും തന്ത എടുത്താലും പോലും ആരെടുത്തും പോലെ. ഇവർ യാത്രയ്ക്ക് പോകാനായിട്ട് അവർ ഡ്രസ്സ് മാറുമ്പോഴത്തേനും ഈ കുഞ്ഞ് ഓടിപ്പോയി എൻ്റെ ഫർദയും എൻ്റെ ബാഗും എടുത്തുകൊണ്ട് തന്ന് എൻ്റെ കൈ കൊണ്ട് തരും. എന്നിട്ട് വാവ ചെയ്യും എന്തിനാണെന്ന് ചോദിക്കും, അത് എനിക്ക് കൊടുത്ത് എന്നെ കൂടെ കൊണ്ടുപോകണം. കാരണം അവർ എവിടെ പോയാലും ഈ കുഞ്ഞിനെ എന്നെയും കൊണ്ടുപോകണം, ഞാനും കൂടെ. അപ്പോഴത്തേനും അവർ പറയുന്നത് നീ ഡ്രസ്സ് മാറ്റിക്കോ, കുഞ്ഞിന് നീ വരുന്നതാണ് ഇഷ്ടം, നീയും കൂടെ പോകുന്നോളാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് അത്രയ്ക്ക് ഞാൻ ഈ മോളെ ഞാൻ സ്നേഹിച്ചെടുത്ത് നുള്ളി നോവിക്കത്തില്ല. ഞാൻ ഒന്നും വഴക്ക് പറഞ്ഞ് ഞാൻ നോവിക്കത്തില്ല, അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമാണ്. കാരണം എൻ്റെ സുൽത്താന മോളെ ഇവിടെ ഇട്ടിട്ട് പോകുമ്പോഴത്തേനും അവൾക്ക് അന്ന് 8 മാസം ഞാൻ അവളെ കളഞ്ഞിട്ട് പോകുമ്പോൾ ആ അത്രയും സ്നേഹവും ഈ കുഞ്ഞുങ്ങൾക്കാണ് ഞാൻ കൊടുക്കുന്നത്. അത്രയ്ക്ക് ഞാൻ ചേർത്ത് പിടിച്ച് വളർത്തുന്ന മോളാണ്. അപ്പോൾ ഈ കൊച്ചു പറഞ്ഞു, ചെറുക്കമ്മോൻ പറഞ്ഞു കൊടുത്തു, ഞാൻ കഴുത്തിന് കുത്തിപ്പിടിച്ച അവളെ കൊച്ചിൻ്റെ കഴുത്തിന് മുറിവായിരുന്നു എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സങ്കടം. എന്നിട്ട് പറഞ്ഞു ഇനി ഒരു വെട്ടം കൂടെ ഇങ്ങനെ കണ്ട എന്നെ ഇടിക്കും. എന്നെ അടിച്ചൊന്നുമില്ല, അടിക്കാൻ ചാട്ടവാറ ഊരിക്കൊണ്ട് വന്നു, തലയൊക്കെ ഊരിക്കൊണ്ട് വന്ന് എന്നെ അടിച്ചൊന്നുമില്ല. എന്നിട്ട് നിന്നെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, നാട്ടിൽ കയറ്റി വിടൂല, നിൻ്റെ കൊച്ചുങ്ങളെ കാണാൻ വിടൂല എന്നൊക്കെ പറഞ്ഞത് ശരിക്കും അങ്ങ് ഭീഷണിപ്പെടുത്തി. ഞാൻ പറഞ്ഞു എന്നാൽ ഇവരുടെ വീട്ടിൽ ക്യാമറ ഇല്ല, ഇവർക്കൊരു വീട്ടിൽ ക്യാമറ വെച്ചൂടെ, ഇവർ വീട്ടിൽ ക്യാമറ ഇല്ല. എന്നിട്ട് അങ്ങനെ ആയിട്ട് എനിക്കാണെങ്കിൽ ഭയങ്കര സങ്കടം. ഞാൻ ചോദിച്ചു നായിഫ എന്നാണ് ചെറുക്കിൻ്റെ പേര്, നായിഫ നീ കണ്ടോ ഞാനാണോ കൊച്ചിനെ പിടിച്ചത്? ഞാൻ കള്ളം പറഞ്ഞാണ്. അപ്പോൾ ആ ചെറുക്കൻ പറഞ്ഞ് അത് ഞാൻ കള്ളം പറഞ്ഞാണെന്ന്. ഞാൻ പറഞ്ഞു കള്ളം പറയാൻ പാടില്ല, അള്ളാഹു ശിക്ഷിക്കും, നിനക്ക് അറിഞ്ഞൂടെ എന്ന് വെച്ചപ്പോൾ പറഞ്ഞു അത് ശരിയാണ് എന്നൊക്കെ. പിന്നെ അത്ര കുറ്റബോധം ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കുറേ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞപ്പോൾ ഇവർക്ക് രാവിലെ ഇവർ എണ്ണിച്ച് വന്നിട്ട് പുത്തൂറ ജീവി പുത്തൂർ എന്ന് പറഞ്ഞിട്ട് നിൽക്കും. അങ്ങനെ ഇവർക്ക് ഞാൻ ഫുഡ് കൊണ്ട് കൊടുക്കാനായിട്ട് പോയി. ഇപ്പോൾ പെട്ടെന്ന് അവർക്ക് കഴിഞ്ഞിട്ട് ഒരു 10-12 മണിയൊക്കെ ആണല്ലോ. ഞാൻ എന്നിട്ട് രാവിലത്തെ പുത്തൂർ അന്നേരമൊക്കെ തന്നെയാണ് കഴിക്കുന്നത്. ഞാൻ എന്നിട്ട് ഇവർക്ക് ആഹാരം എടുത്തുകൊണ്ട് വന്നിട്ട് കൊണ്ടെല്ലാം റെഡിയാക്കി ആഹാരം ഇങ്ങനെ കൊണ്ടുവന്ന് അവരുടെ മുന്നിലിങ്ങനെ വെച്ചിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും മുട്ട പൊരിച്ചു വേണമെന്ന് പറഞ്ഞു. പിന്നെ മുട്ട പൊരിച്ചതും അത് ചപ്പച്ചവറും എല്ലാം കൂടെയൊക്കെയാണ് തിന്നുന്നത്. അങ്ങനെ ഇതെല്ലാം കൂടെ എടുത്ത് അവരുടെ മുന്നിൽ കൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും കുഞ്ഞിൻ്റെ നിലവിളി കേൾക്കുന്നു. എൻ്റെ കുഞ്ഞ് അപ്പുറത്തപ്പോൾ മറ്റവരുടെ കൂടെ നിന്ന് കളിക്കുകയാണ്. എൻ്റെ കുഞ്ഞിൻ്റെ ഭയങ്കരമായിട്ട് നിലവിളി കേൾക്കുന്നു. അപ്പോൾ എന്താ ചെയ്തതെന്നറിയാമോ, ഞാനും അറബിയുടെ പെണ്ണുമ്പിള്ളയും കൂടെ ഈ മാമായും കൂടെ കുഞ്ഞിൻ്റെ അടുത്തോട്ട് ഓടിച്ചെന്നപ്പോൾ ഈ ചെറുക്കടല കഴുത്തിനിങ്ങനെ കുത്തി പിടിച്ച് കൊച്ചിനെ തൂക്കി നിർത്തിയേക്കാണ്. ഇങ്ങനെ നഖം കൊണ്ട് കഴുത്തിനിങ്ങനെ കുത്തി പിടിച്ചിട്ട് ഈ കുഞ്ഞിനെ തൂക്കി പിടിച്ചിങ്ങനെ പിടിച്ചേക്കാണ്. അപ്പോൾ അവരുടെ കണ്ണും ദൃശ്യം എൻ്റെ അള്ളാഹു സുബ്ഹാനഹു വ തആല കാട്ടിക്കൊടുത്തു. ആ നിമിഷം അവരെൻ്റെ മുഖത്തോട്ട് നോക്കി. ഞാൻ പറഞ്ഞു കണ്ടോ നിൻ്റെ ചെറുക്കനാണ് ആ കുഞ്ഞിനെ ദ്രോഹിച്ചത്, ഹറാമാണ്, നീ പറഞ്ഞ ഹറാമാണ്, എന്നെ പറഞ്ഞില്ല. അപ്പം ഞാൻ നല്ലതായിട്ടങ്ങ് പ്രതികരിച്ചു, നീ എന്നെ പറഞ്ഞില്ല ചെയ്യാത്ത തെറ്റിന് ഈ പിഞ്ചു കുഞ്ഞിനെ ഞാൻ അങ്ങനെ ചെയ്യുമോ, എന്തിനാണ് എന്നെ പറഞ്ഞു വെച്ചാൽ ഞാൻ നല്ല രീതിക്ക് അങ്ങ് പ്രതികരിച്ചു. ടിക്കറ്റ് പോവുകയാണെന്ന് പറഞ്ഞു. ഞാൻ പോകും, ഇനി ഞാൻ നിൽക്കത്തില്ലെന്ന് പറഞ്ഞു. ഇനി നിൻ്റെ കുഞ്ഞിന് ഈ ചെറുക്കനെ കാണാൻ കൊന്നു കഴിഞ്ഞാൽ നീയൊക്കെ എന്നെ പറയും, എന്തെങ്കിലും ഈ കുഞ്ഞിന് സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും എന്നെ പറയും, നിങ്ങളുടെ കുടുംബം മൊത്തത്തിൽ വരും, അറിവും എല്ലാവരും എന്നെ പറയും, അതുകൊണ്ട് ടിക്കറ്റ് എടുത്തോളാൻ പറഞ്ഞു. പെട്ടെന്ന് ടിക്കറ്റ് എടുത്തു, ഞാൻ പോകുമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കിനും ടിക്കറ്റ് എടുക്കും. ഞാൻ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി, ഇനി ഞാനിവിടെ നിൽക്കത്തില്ലെന്ന് പറഞ്ഞു. കാരണം അത്രയ്ക്ക് അവരെന്നെ ദ്രോഹിച്ചു കഴിഞ്ഞു.
അടിക്കാനൊക്കെ എന്തായാലും എന്നെ അടിച്ചില്ല. എന്തോ എന്നെ കൊണ്ടുപോയ ഡ്രൈവറെ പഠിച്ചിട്ട് എന്തോ എന്നെ അടിച്ചില്ല അന്ന്. അല്ലെങ്കിൽ എനിക്ക് നല്ല അടിയാണ്, അവരെന്നെ ജയിലിലാക്കുകയും ചെയ്തേനെ. എന്നിട്ട് ഇവർ കൈയോടെ പിടിച്ചു കൊച്ചിൻ്റെ കഴുത്തിൽ ഈ ഇത്ര വിരലും അവൻ കുത്തി ഇറക്കിയൊക്കെയാണ്. കുത്തി ഇറക്കി പിടിച്ചേക്കോ കുഞ്ഞിൻ്റെ കഴുത്തിൽ. ചെറുക്കന് 8-9 വയസ്സായ ചെറുക്കൻ കുഞ്ഞിൻ്റെ കഴുത്തിൽ കുത്തി പിടിച്ചേക്കാണെന്ന്. ഞാൻ പോകുമ്പോൾ 8 വയസ്സ്, അമ്മ വരാറാകുമ്പോൾ 9-9.5 വയസ്സായി ആ ചെറുക്കന്. എന്നിട്ട് ഞാൻ പറഞ്ഞു, കണ്ടില്ലേ ഇതാണ് ഇവിടെ നടക്കുന്ന സംഭവം, നീ എന്നെ പറഞ്ഞില്ലേ, നീ എന്നെ എന്തിനു പറഞ്ഞു, ഞാനല്ലല്ലോ ഈ തെറ്റ് ചെയ്തത് എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോഴത്തേന് ഇവർ ഇന്ന് റിയാദിലൊക്കെ പോകാനായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെയാണ്. സ്കൂളിൻ്റെ അവധിയായിട്ട് റിയാദിൽ പോകാനുള്ള ഒരുക്കങ്ങളൊക്കെയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് ടിക്കറ്റ് എടുക്കണം, ടിക്കറ്റ് എടുത്തേ പറ്റുള്ളൂ. അപ്പോൾ പറഞ്ഞു ടിക്കറ്റ് തരാം, നാട്ടിൽ കയറ്റി വിടാം, പക്ഷേ അവർ ടിക്കറ്റ് തരത്തില്ല, അവരുടെ ക്യാഷിന് അവർ ടിക്കറ്റ് തരത്തില്ല. എൻ്റെ ശമ്പളം, അതായത് 26,000 രൂപ എങ്ങനെയാണ് അന്ന് ടിക്കറ്റിന്, എൻ്റെ പൈസ എടുത്തിട്ട് ടിക്കറ്റ് എടുത്ത് തരാമെന്ന് പറഞ്ഞു. ഒരു മാസത്തെ എൻ്റെ ശമ്പളം, എനിക്ക് 25,000 അന്ന് ഒരു മാസത്തെ ശമ്പളം, ബാക്കിയും കൂടെ അവളിട്ട് ടിക്കറ്റ് എടുത്ത് തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ടിക്കറ്റ് എടുത്ത്, എൻ്റെ പൈസ എൻ്റെ ശമ്പളം തന്നെ എൻ്റെ പിടിച്ച്, എൻ്റെ മാസത്തെ ശമ്പളം പിടിച്ച് നിങ്ങൾ എനിക്ക് ടിക്കറ്റ് എടുത്തോളാൻ പറഞ്ഞു. അപ്പോഴത്തേനും എന്നാൽ ടിക്കറ്റ് എടുക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അന്നേരം പറഞ്ഞു എന്തായാലും റിയാദിൽ പോകാം, വാ നമുക്ക് റിയാദിൽ പോയിട്ടൊക്കെ വന്നിട്ട് ടിക്കറ്റ് എടുക്കുക, നാട്ടിൽ വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് വേറെ ജോലിക്കാരെ അതുവരെ കിട്ടിയില്ല, വേറെ ജോലിക്കാരെ കിട്ടിയാലല്ലേ എന്നെ കയറ്റി വിടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഞാൻ എല്ലാം പറഞ്ഞെല്ലാം സത്യമാണ്, നല്ലതാണ് എന്നൊക്കെ അവർക്ക് മനസ്സിലായായിരുന്നു. കാരണം എന്നിട്ട് ചെറുക്കനെ ഒരുപാട് വഴക്ക് പറഞ്ഞു ഇവർ കേട്ടോ. കുറേ വഴക്ക് ചെറുക്കനെ പറഞ്ഞു, നീ കാണിച്ച തെറ്റുകൊണ്ടല്ല ഷാഹിദായ ഞാൻ വഴക്ക് പറഞ്ഞു, ഷാഹിദാക്ക് അടി കിട്ടേണ്ടല്ലായിരുന്നു, എന്തായാലും അടിക്കാൻ ഞാൻ നന്നായി, അടി കിട്ടേണ്ടായിരുന്നു, നീ അല്ല ഇങ്ങനെ കാണിച്ച്, എന്തിനാണ് കുഞ്ഞിനെ അങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ചെറുക്കനെ വഴക്ക് പറഞ്ഞു. അപ്പോൾ ചെറുക്കന് കുറ്റബോധം വരും, ഓടി വരും സോറി പറയും. അവർ തെറ്റ് ചെയ്യും, ഓടി വരും സോറി പറയും. ഇവർ തുപ്പും ചവിട്ടും അടിക്കുകയും ഇടിക്കുകയും ഒക്കെ ചെയ്യും. നമുക്ക് പ്രതികരിക്കാൻ പറ്റത്തില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്താണ്, നമ്മളെ ഇവർ കൊല്ലും. അവരുടെ മക്കളെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാനും. പക്ഷെ ഞാൻ പിന്നെ പ്രത്യേകിച്ച് കൊച്ചുങ്ങളൊന്നും പറയത്തില്ല. ഈ റിയാദിൽ പോയ 10-25 കുട്ടികളുണ്ട് അവിടെ. ഈ 25 കുട്ടികൾക്കും എന്നോട് ഭയങ്കര കാര്യമാണ്, ഒത്തിരി സ്നേഹം, ഒത്തിരി ഇഷ്ടമാണ് എൻ്റെ അടുത്ത് ഈ കുട്ടികൾക്കെല്ലാം. കാരണം അവിടുത്തെ ജോലിക്കാർ ഈ കുട്ടികളുടെ ഒപ്പം നിൽക്കുക, അവർക്ക് എന്ത് വേണമെന്ന് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യും. ഞാൻ ഈ ഫിലിപ്പീനികളാണെങ്കിലും ശ്രീലങ്കക്കാരികളാണെങ്കിലും ഈ ബംഗ്ലാദേശികളാണെങ്കിലും ഇവരോട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുകയും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇവർ വന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കിന് അവർ ചെന്ന് വഴക്ക് പറയും. എന്നാലും അപ്പോൾ പറഞ്ഞ് ഞാൻ എല്ലാവരും വിളിച്ചു നിർത്തിയിട്ട് കുട്ടികളെല്ലാവരും ഈ 25 കുട്ടികളെ വിളിച്ചു നിർത്തിയിട്ട് ചോദിച്ചു, ഇത്ര ജോലി 11-12 ജോലിക്കാരുണ്ട്, ഈ 12 ജോലിക്കാരിൽ നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടം? അപ്പോൾ ഈ കുട്ടികൾ പറഞ്ഞ് എന്നെയാണ് ഇഷ്ടം, എന്നെ ഇഷ്ടമാണ്. പിന്നെ ഫിലിപ്പീനി വലിയ കുഴപ്പമില്ല ഫിലിപ്പീനി. ബംഗാളി പ്രശ്നമാണ്, ശ്രീലങ്കക്കാരികൾ പ്രശ്നമാണ്, അടിക്കും ഇവർ. ആരും ഇല്ലാത്ത തക്കം നോക്കി അടിക്കും. എന്നിട്ട് പറഞ്ഞു കൊടുത്താൽ ശരിയാക്കി കളയുമെന്ന് പറയും കൊച്ചുങ്ങളുടെ അടുത്ത്. കൊച്ചുങ്ങളെ ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തുക. പക്ഷേ ഞാനൊക്കെ എന്ന് വെച്ചാൽ മക്കളെ എന്നല്ല, എന്നെ എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. അങ്ങനെ പോയി ഞാൻ. എന്നിട്ട് അമ്മ എനിക്ക് റിയാദിൽ പോകുന്ന പറഞ്ഞു. റിയാദിൽ പോയി അവിടെ ചെന്നപ്പോൾ കൊച്ചുങ്ങളോടൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ കൊച്ചുങ്ങൾക്ക് എന്നെയാണ് അന്ന് ഇഷ്ടമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ നിൽക്കാവോ, ഇനി ഒരു വർഷം കൂടെ ഉള്ളൂ, അല്ല 15 മാസം ഞാൻ അവിടെ നിന്നു. പോയിട്ട് ഇനി 5 മാസം കൂടെ ഉള്ളൂ, നീ നിൽക്കുമോ എന്ന് ചോദിച്ചു. നിൽക്കത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ നിൽക്കത്തില്ല മാമ, ടിക്കറ്റ് എടുത്തു, എനിക്ക് പോകണമെന്ന് പറഞ്ഞു. ഞാൻ നാട്ടിൽ പോവുകയാണ്, എനിക്കുണ്ട് മക്കൾ, എൻ്റെ മക്കളെയൊക്കെ കാണാൻ പോകണം. ഇനി ചെറുക്കം എനിക്ക് പേടിയായി, ഈ ചെറുക്കം കൊല്ലും, ആ ഇളയ കൊച്ചിന് ഈ ചെറുക്കം കൊല്ലുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ആ ഇളയ കൊച്ചിനെന്ന് പറഞ്ഞാൽ എന്നോട് എന്ത് ഇഷ്ടമാണോ റബ്ബേ. ഞാൻ അങ്ങനെ ഇവർ ടിക്കറ്റൊക്കെ എടുത്തു എന്നെ എയർപോർട്ടിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞുകൊണ്ട് എയർപോർട്ടിൽ വന്നു. എയർപോർട്ടിൽ എത്തിയപ്പോഴത്തേക്കിന് പകുതി വഴിക്ക് എത്തിയതേ ഉള്ളൂ. എത്തിയപ്പോൾ അറബി എൻ്റെ അടുത്ത് ഫോൺ വേണമെന്ന് പറഞ്ഞു. ജിബി ഹിന്ദി ജുവാലി. ഞാൻ പറഞ്ഞു എന്തിനാ, നിൻ്റെ പൈസ കൊടുത്ത് മേടിച്ചേടോ? അപ്പോൾ എന്നോട് പറഞ്ഞു നിൻ്റെ ഫോണിഞ്ഞതാ. ഞാൻ പറഞ്ഞു തരൂല, ഞാൻ എന്തിനാ എൻ്റെ ഫോൺ വരുന്നത്? ഞാൻ പറഞ്ഞു നീ കാശ് കൊടുത്ത് എനിക്ക് മേടിച്ചു തന്നെയാണോ ഫോണ്? അപ്പോൾ പറഞ്ഞു അല്ല. ഞാൻ പറഞ്ഞു പിന്നെ എന്തിനാണ് നിനക്ക് ഫോൺ വരുന്നത്? ഞാൻ തരൂലെന്ന് പറഞ്ഞു. ജിയോ അത് സിം കാർഡ് കൊടുക്കാനായിട്ട്. സിം കാർഡ് ഇവിടുത്തെ ആണ്, ഈ സൗദി അറേബ്യയുടെ സിം കാർഡാണ്, അതിന് തന്നെ നമ്മൾ തരുന്നില്ല. ഈ സിം കാർഡ് നിൻ്റെ ഇവിടത്തെയാണ്, ഇവിടുത്തെ കമ്പനിയുടെ സിം കാർഡാണ് എൻ്റെ കയ്യിരിക്കുന്നത്. നിൻ്റെ ക്യാഷ് അല്ലല്ലോ, നീ ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചതല്ലല്ലോ ഇത് ഞാൻ ക്യാഷ് കൊടുത്ത്, എൻ്റെ ക്യാഷ് കൊടുത്ത് ഞാൻ വാങ്ങിച്ചതാണ്, ഇത് നിനക്ക് തരത്തില്ലെന്ന് പറഞ്ഞു. നിന്നെ നാട്ടിൽ കയറ്റി വിടില്ല, ഈ കാട്ടിനകത്ത് ഇവിടെ നിന്നെ കൊന്നു കളയുമെന്ന് പറഞ്ഞു. ഈ ചെയ്തോളാൻ പറഞ്ഞു. എന്നെ നീ കൊന്നു കളഞ്ഞിട്ട് നിൻ്റെ നാട്ടിലാണ്, നിൻ്റെ വീട്ടിലാണ് ഞാനെന്ന് എൻ്റെ വീട്ടുകാർക്കും ആ ഇന്ത്യക്കാർക്കും മൊത്തം അറിയാം. ഞാൻ നിൻ്റെ വീട്ടിലാണ് ജോലി ചെയ്തെന്നും ഞാൻ നിൻ്റെ വീട്ടിലാണ് ഉള്ളതെന്നും ഈ ഇന്ത്യയിലുള്ള എല്ലാവർക്കും അറിയാം. ഞാൻ അവിടെ ഒന്ന് തെളിവൊന്നുമില്ലാതെ ചുമ്മാ ഇങ്ങോട്ട് ഒളിച്ച് കയറി വന്നതൊന്നുമല്ല. ഞാൻ നല്ല എല്ലാ തെളിവോടു കൂടി സഹിതമാണ് നിൻ്റെ വിസയുടെ എല്ലാ തെളിവോടു കൂടി തന്നെയാണ് ഞാനിവിടെ വന്നേക്കുന്നത്. നിനക്ക് കൊല്ലാമെങ്കിൽ നീ അങ്ങ് കൊല്ലെന്ന് പറഞ്ഞു. അപ്പോൾ അറിയപ്പോഴും ഷൈദ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? വാവയുടെ അടുത്ത് അത് വാവ അമ്മയ്ക്ക് എതിരാ. ഞാൻ വാവയ്ക്ക് എതിരാ, വാവയെക്കാളും എതിരാ എൻ്റെ അള്ളാണെന്ന് പറഞ്ഞു.
നിൻ്റെ ഭർത്താവിനേക്കാളും വലുത് എനിക്ക് എൻ്റെ റബ്ബാണെന്ന് പറഞ്ഞു, എനിക്ക് എൻ്റെ അള്ളാണ് വലുത്, എനിക്ക് നിന്നെ ഒന്നും പേടിക്കേണ്ട ഒരു കാര്യമില്ലെന്ന് പറഞ്ഞ്. നിൻ്റെ ടിക്കറ്റിലും അല്ല ഞാൻ കയറിപ്പോണം, നിൻ്റെ പൈസ കൊടുത്ത് വാങ്ങിച്ച ഫോണും അല്ല, നീ ഒന്നും എന്നെ അത്ര നല്ല സംരക്ഷിച്ചിട്ടില്ല, നീ എനിക്ക് നന്നായിട്ട് അറിയാം, ഇനി വരുന്ന ജോലിക്കാരും നിൻ്റെ ഒന്നും വീട്ടിൽ നിൽക്കത്തില്ലെന്ന് പറഞ്ഞു. എനിക്ക് അത്രയ്ക്ക് ദേഷ്യമായി പോയി കേട്ടോ. ഇനി വരുന്ന ജോലിക്കാരും നിൻ്റെ ഒന്നും വീട്ടിൽ നിൽക്കത്തില്ല, എന്നെ പെട്ടെന്ന് നാട്ടിൽ കയറ്റി വിട്ടണം. അങ്ങനെ അപ്പം എൻ്റെ അടുത്ത് ഒരിത് നടക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ കൊണ്ടുപോയി അവനെ വിളിച്ചിട്ട് അവനും കുറച്ച് ഉടായ്പ് കാണിച്ചു. അവനെയൊക്കെ എൻ്റെ കയ്യിലങ്ങനെ ഇപ്പം കിട്ടിയ ഞാൻ ഒന്നും പറയുന്നില്ല, പോട്ടെ, ഒന്നും പറയുന്നില്ല. അങ്ങനെ ആ കൊണ്ടുപോയാലും ശരിക്കും ഉടായ്പ അവിടെ കാണിച്ചു കേട്ടോ. അങ്ങനെ പൈസ എടുത്തിട്ട് ടിക്കറ്റ് പൈസ മേടിച്ചിട്ട് നാട്ടിൽ കയറ്റി വിട്ടത് പോകണമെന്ന് പറയില്ല. ഞാൻ പറയും പിന്നെ ഇവൻ്റെയൊക്കെ അടിയും തുപ്പും കൊണ്ട് ആട്ടും ചവിട്ടും കൊണ്ട് നമ്മൾ അവിടെ നിൽക്കണോ? അത്രയ്ക്ക് സൗകര്യക്കേട്, ആഹാരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വസ്ത്രത്തിൻ്റെ കാര്യത്തിനാണെങ്കിലും എല്ലാം കൊണ്ട് അവിടെ ശരിക്കും ഞാൻ കഷ്ടപ്പെടുകയും ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്തു നല്ല രീതിക്ക്. എന്നിട്ട് ഈ കുഞ്ഞിനെ ഞാൻ നിന്നനെ, എങ്ങനെ ഞാൻ സഹിച്ച് ഞാൻ നിന്നനെ, പോട്ടെ, ജീവിതമല്ല ജീവിക്കുക, ഞാനും ജീവിക്കാൻ വേണ്ടിയല്ലേ അവിടെ എത്തിപ്പെട്ടത്, നിൽക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് നിന്നാ. പക്ഷേ ഈ കുഞ്ഞിൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് എനിക്ക് സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു. ആ കുഞ്ഞിനെ ആ ചെറുക്കം വേദനിപ്പിച്ച്, കുഞ്ഞ് ശ്വാസമില്ല, കണ്ണും തള്ളിയാണെങ്കിൽ ആ കൊച്ചിനെ കഴുത്തിൽ തൂക്കി പിടിച്ച് നിന്നപ്പോൾ ശ്വാസം കിട്ടാതാണ് ആ കുഞ്ഞ് നിന്നത്. ഒരു 10-15 മിനിറ്റ് അല്ല പോട്ടെ, ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് താമസിച്ച് പോയിരുന്നെങ്കിൽ ആ കൊച്ചിനെ അവൻ തീർത്തേനെ. അതെന്തുകൊണ്ട് എൻ്റെ നേരുണ്ട്, എൻ്റെ സത്യസന്ധത കൊണ്ട് അള്ളാഹു അവരുടെ കണ്ണു മുന്നിൽ തന്നെ അത് കാണിച്ചു കൊടുത്തു. അവരുള്ളപ്പോൾ തന്നെ, അവരില്ലാത്തപ്പോഴെങ്ങാണോ ആയിരുന്നെങ്കിൽ റബ്ബേ തീർന്ന് എൻ്റെ അവസ്ഥ. പിന്നെ അവിടുത്തെ ജയിലിൽ കിടക്കേണ്ടി വന്നേനെ. അപ്പോൾ ഓരോന്നിക്ക് കഴുത്തും വെട്ടും. അത് സത്യമാണ്. എൻ്റെ എന്തോ നേരുന്നറിയ സത്യസന്ധതയും കൊണ്ട് എന്നെ അവിടെ നിന്ന് എന്തായാലും ഇവർ എയർപോർട്ടിൽ കൊണ്ടുവന്ന് കയറ്റി വിടാൻ ഞാൻ അങ്ങോട്ട് ഈ കുഞ്ഞ്, അതുവരെ ഈ കുഞ്ഞ് എൻ്റെ കയ്യിൽ, അത്രയും നേരം ഈ കുഞ്ഞ് എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഈ ജ്യോതി എന്നാ പേര്, ഈ ജ്യോതിമോൾ എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് അത്രയും നേരം. ഞാനങ്ങോട്ട് കയറിയത്, അങ്ങോട്ട് കുഞ്ഞിനെ അങ്ങോട്ട് കൊടുത്തത്, കുഞ്ഞെന്നെ ചുറ്റി പിടിച്ചിട്ട് അങ്ങോട്ട് നിലവിളി. നമുക്ക് എന്തൊക്കെയോ ഇത് മനസ്സിലായി. അവൾ എന്നെ അങ്ങോട്ട് പിടിച്ചിട്ട് കരയാൻ തുടങ്ങി, പിടിച്ച് നൈറ്റി പിടിച്ചൊക്കെ അങ്ങ് വലിക്കുകയാണ്. അപ്പോഴത്തേക്കിന് ഈ പെണ്ണുമ്പിള്ളയുടെ കണ്ണങ്ങ് നിറഞ്ഞു കേട്ടോ, ഈ പെണ്ണുമ്പിള്ളയുടെ കണ്ണങ്ങ് നിറഞ്ഞു. ഞാൻ പറയും മാമ ഞാൻ അത്ര സ്നേഹത്തോടെ നോക്കിയ കുഞ്ഞാണ് ഇവള്, ഞാൻ അത്രയ്ക്കാണ് ഇവളെ ഞാൻ സ്നേഹിച്ചത്, എനിക്ക് അവളെ അത്ര ഇഷ്ടം വരും. നിങ്ങളാണ് എന്നോട്, എനിക്ക് ഇപ്പോഴും അവൾ കുഞ്ഞിൻ്റെ കാര്യം പറയുമ്പോൾ സങ്കടം വരും. ഞാൻ അത്രയ്ക്കാണ് അവളെ ഞാൻ സ്നേഹിച്ചത്, അവൾക്ക് എന്നോടും ഭയങ്കര ഇഷ്ടമായിരുന്നു. ആരുടെ കുഞ്ഞായിക്കോട്ടെ, ഏത് അറബിയുടെ ആയിക്കോട്ടെ, ആരുടെ മക്കളല്ലേ, മക്കളെയൊക്കെ നമ്മളങ്ങനെ ആത്മാർത്ഥമായിട്ട് സത്യസന്ധതയോടെ നമ്മളൊക്കെ സ്നേഹിക്കും. അങ്ങനെ പറ്റി പെണ്ണിൻ്റെ കുഞ്ഞെന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. ലാസ്റ്റ് ഒരു കുപ്പി വെള്ളം പോലും എനിക്ക് കുടിക്കാൻ മേടിച്ചു, ഒരു വക സാധനം അവരെനിക്ക് വാങ്ങി തന്നില്ല, ഒന്നും തന്നെ മേടിച്ചു തന്നില്ല. ഞാൻ പിന്നെ എൻ്റെ ക്യാഷ് കൊടുത്തിട്ട് കുറച്ച് മിഠായി എങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, വേറെ ഒന്നും മേടിച്ചില്ല. കുറേ മിഠായി സാധനങ്ങളൊക്കെ എൻ്റെ ക്യാഷ് കൊടുത്തിട്ടാണ് ഞാൻ കുഞ്ഞുങ്ങൾക്ക് മേടിച്ചു തന്നത്. എന്തായാലും ശമ്പളം എല്ലാ മാസം കൃത്യമായിട്ട് എനിക്ക് തരുമായിരുന്നു കേട്ടോ. അത് മാത്രമേ അവർ ചെയ്തുള്ളൂ, ശമ്പളം കൃത്യമായിട്ട് എനിക്ക് തരുമായിരുന്നു അവർ. അങ്ങനെയായിട്ട് കുഞ്ഞ് ഇതുപോലെ ഭയങ്കര കരച്ചില്ല. അപ്പോൾ ഇവളെ കണ്ണൊക്കെ നിറഞ്ഞ് ഞാൻ പറഞ്ഞു, ഒരു കുപ്പി വെള്ളമെങ്കിലും നീ എനിക്ക് വാങ്ങിച്ച് തൈ എയർപോർട്ടിനകത്തുനിന്ന്, എനിക്ക് വെള്ളം പോലും ഇല്ല എൻ്റെ കയ്യിൽ, എനിക്ക് വെള്ളം കുടിക്കണം, ഒരു കുപ്പി വെള്ളം മേടിച്ചു തരാൻ പറഞ്ഞപ്പോഴത്തേന് അവൾ കണ്ണ് നിറഞ്ഞിട്ട് അവൾ ഉടുപ്പ് എനിക്ക് വെള്ളം മേടിച്ചെടുത്തൊന്ന് കുടിക്കാൻ കേട്ടോ. എന്നാൽ ഷൈദ ഇനി നമ്മളൊന്നും കാണത്തില്ല. ഞാൻ പറഞ്ഞു, നീ എന്നെ ഉമ്മറയ്ക്ക് കൊണ്ടുപോകാമെന്ന് നീ പറഞ്ഞാണോ, നീ ആ വാക്ക് പാലിച്ചില്ല, ഞാനൊക്കെ ഇനി എന്നാണ് പോയിട്ട് ഉമ്മറയ്ക്ക് എനിക്ക് വരാൻ പറ്റുക, നീ എന്നെ ഉമ്മറയ്ക്ക് കൊണ്ടുപോയില്ലല്ലോ, അതിലെനിക്ക് വലിയ വിഷമമുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ പറഞ്ഞ് മാഫി മുഷ്കല അങ്ങനെ എന്തൊക്കെ കുറേ അറിവിൽ കുറേയൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത്. നമ്മൾ ശരി കുഴപ്പമില്ല, എൻ്റെ വിധിയായിട്ടില്ല, എനിക്ക് വിധിയുണ്ടെങ്കിൽ, കുറച്ചെൻ്റെ വിധി ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാ നാട്ടിൽ പോയിട്ട് ഞാൻ വീണ്ടും വരും. ഞാൻ അള്ളാൻ്റെ വിധി ഉണ്ടെങ്കിൽ ഞാൻ വരും, അത് ഉറപ്പായിട്ടും. പോയിട്ടില്ല ഇതുവരെ, ഇൻഷാ അല്ലാ എൻ്റെ അള്ളാൻ്റെ വിധി എനിക്ക് ഉണ്ടാവട്ടെ, നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഞാൻ ഉംറയ്ക്ക് പോകും, നമുക്കെല്ലാവർക്കും ഇൻഷാ അല്ലാ റബ്ബിൻ്റെ വിധി ഉണ്ടെങ്കിൽ പോകാം. അങ്ങനെ വലിയ പ്രതീക്ഷയോടെ ഞാൻ ഇരിക്കുകയാണ്. അങ്ങനെ എൻ്റെ സൗദി ഇതൊന്നും അല്ല, ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എന്തായാലും ആരും പറഞ്ഞ് ബോറടിപ്പിക്കുന്ന ഇല്ല. സൗദി അറേബ്യയിൽ ഗൾഫ് നാട്ടിലൊക്കെ പോകുന്നവർ വളരെ ശ്രദ്ധിക്കുക. ഏത് നിമിഷവും നമുക്ക് ചതി പറ്റാം. ഓരോ ചവിട്ടും മുന്നോട്ട് വെക്കുമ്പോഴും നമ്മളത് ശ്രദ്ധയോടുകൂടി മാത്രം ചെയ്യുക, അത്രമാത്രം ശ്രദ്ധിച്ച് മാത്രം മുന്നോട്ട് പോകുക. ഒരു കയ്യബദ്ധം ആണെങ്കിൽ പോലും നമുക്കവിടെ കഠിനമായ ശിക്ഷയായിരിക്കും കിട്ടുന്നത്. ഒരു കയ്യബദ്ധം പറ്റാൻ വളരെ സമയങ്ങളൊന്നും വേണ്ട. അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധിക്കുക. നമ്മളെ കയ്യിൽ നിന്ന് ഇനി എന്ത് തന്നെ, ഇനി അവരുടെ കയ്യിൽ നിന്ന് സംഭവിച്ചാൽ പോലും അത് നമ്മളെ മണ്ടയ്ക്കെടുത്ത് ചാർത്തി തരും കേട്ടോ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. അള്ളാൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത്. എന്തായാലും എന്താ പറയുക, ഇൻഷാ അല്ലാ പോകുന്നവരൊക്കെ ശ്രദ്ധിച്ചോളാം. ബാക്കിയെല്ലാം പടച്ചവനെ അള്ളാനെ തവക്കൽ ചെയ്യുക. ഒത്തിരി പറഞ്ഞാൽ ബോറടിപ്പിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഉംറയ്ക്ക് പോകണം, സൗദി അറേബ്യ പോകണം, വീണ്ടും ഉംറയ്ക്ക് പോകണം. അത് എനിക്ക് നിർവഹിക്കണം ഇൻഷാ അല്ലാ. അള്ളാഹു തൗഫീഖ് ചെയ്ത അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ
ഞാൻ അവിടെ ആ മണ്ണിൽ എത്തിപ്പെട്ടിരിക്കും. ഇൻഷാ അല്ലാ എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ. ഉംറയ്ക്ക് പോകാൻ കൊതിച്ചിരിക്കുന്നവർക്കൊക്കെ അള്ളാൻ്റെ വിധി ഉണ്ടാവട്ടെ. എല്ലാവർക്കും അവിടെ പോയി കാണാൻ, ആ പരിശുദ്ധമായ മണ്ണിൽ പോയി, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ആ മണ്ണിൽ പോയി ഖബറടങ്ങണം എന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് സാധിച്ച് തന്ന റബ്ബേ, എന്നെ എവിടെ പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല, നമ്മൾ ഏത് മണ്ണിൽ നിന്നാണ് എവിടത്തെ മണ്ണാണ് നമ്മളെ എടുത്ത് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്, ആ മണ്ണിൽ മാത്രമേ നമുക്ക് അടങ്ങാൻ വിധിയുള്ളൂ. ഒരു പക്ഷേ എന്നെ ആ സൗദിയിലെ മണ്ണെടുത്തിട്ടാണ്, ആ മദീനയിലെ മണ്ണെടുത്തിട്ടാണ് എന്നെ സൃഷ്ടിച്ചതെങ്കിൽ, അവിടെ കബറടങ്ങാൻ വിധി ഉണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ വിധി പോലെ ആവട്ടെ. നമുക്ക് എല്ലാവർക്കും പോകാൻ വിധിയിരട്ടെ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും ചങ്കു കൂട്ടുകാരെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഈ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങൾക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ എന്ന് ഞാൻ ദുആയോടുകൂടി എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഈ വീഡിയോ ഒന്ന് കാണുന്നവരൊന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും വീഡിയോ കാണും, പക്ഷേ മനുഷ്യൻ പോലും ലൈക്ക് അടിക്കത്തില്ല. ഞാനെല്ലാം മറ്റുള്ളവരെല്ലാവരും സപ്പോർട്ട് ചെയ്യാറുണ്ട്. അതുപോലെ നിങ്ങളും ഒന്ന് സപ്പോർട്ട് ചെയ്ത് വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് അടിച്ച് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണണം. എല്ലാ ചങ്കു കൂട്ടുകാർക്കും ഒത്തിരി ഇഷ്ടം, ഒത്തിരി സ്നേഹം. അസ്സലാമു അലൈക്കും.